ബിഗ് ബോ ഫിഫൺ ഫിക്സ്. എന്തുകൊണ്ട് ബിഗ് ബോ ഫിഫൺ ഫിക്സ് തീരുകയാണ്? ഇനിയും നമ്മൾ ഫിഫൺ 7 പറ്റിയായിരിക്കും ചർച്ച ചെയ്തത് അല്ലേ? അപ്പം 100 ദിവസത്തെ ഒരു യാത്ര ഇന്ന് അവസാനിക്കുകയാണ്. അപ്പം ആരാണ് വിന്നർ എന്ന് പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമില്ലല്ലോ. വിന്നർ ഒരാൾ മാത്രമാണ്, അത് ജിൻഡോയാണ് വിന്നർ. അപ്പം നമുക്ക് വോട്ടിംഗ് നിലവാരമൊക്കെ എടുത്ത് നോക്കുമ്പോഴും ബഹുദൂരം ജിൻഡോ മുന്നിലാണ്. ബിഗ് ബോസിൻ്റെ വോട്ടിംഗ് തുടങ്ങിയതിന് ശേഷം ഒരു സമയത്ത് പോലും ജിൻഡോ പുറകിൽ പോയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. പിന്നെ പലപ്പോഴും ജിൻഡോ പുറകിൽ പോയി എന്ന് കേൾക്കുന്നത് ചില യൂട്യൂബ് ചാനലുകൾ മാത്രം പടച്ചുവിട്ട ചില കഥകൾ മാത്രമാണ്. ഒരു സമയത്ത് പോലും ജിൻഡോ പുറകിലേക്ക് പോയിട്ടില്ല. ജിൻഡോ തന്നെയാണ് ഇപ്പോഴും മുമ്പിൽ നിൽക്കുന്നത്. ഇനിയും വോട്ടിംഗ് വൈകുന്നേരം വരെ തുടരും. ഈ ലെവലിൽ തന്നെയാണ് പോകുന്നതെന്ന് നമുക്ക് 100% വിശ്വസിക്കാം. എല്ലാവരും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുക. ജിൻഡോയുടെ വോട്ട് കൂടുന്നതല്ലാതെ കുറയുന്നതേ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഏതായാലും വൈകുന്നേരം ലാലേട്ടൻ ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കുന്നിടത്ത് ഫിഫൺ ഫിക്സിൻ്റെ സമാപനം ആകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അർജുൻ മുമ്പിൽ വന്നു എന്നൊക്കെയുള്ള ചില വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കുക വയ്യ. കാരണം ഒരിക്കൽ പോലും അർജുൻ മുമ്പിൽ വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. കാരണം 2ാം സ്ഥാനത്ത് ജാസ്മിനാണ് എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. ജാസ്മിനാണോ അർജുനാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാര്യം അവർ തമ്മിൽ പലപ്പോഴും 2ാം സ്ഥാനത്തിന് വേണ്ടി പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ്. അഭിഷേകും പിന്നെ ഋഷിയൊക്കെ താഴെ തന്നെയാണ്. കാരണം 5ാം സ്ഥാനത്താണ് ഋഷി എന്നാണ് അറിയാൻ കഴിയുന്നത്. അഭിഷേക് 4ആണ്. അവർ തമ്മിൽ ആ സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അഭിഷേകും ഋഷിയും തമ്മിൽ നടക്കുന്നത്. അതുപോലെ തന്നെ അർജുനും ജാസ്മിനും തമ്മിൽ 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടവും നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് നമുക്കറിയുന്നത്. കാരണം 1ാം സ്ഥാനത്തിന് യാതൊരുവിധ ചലഞ്ചവും ഇല്ലാതെ ഇപ്പോഴും ജിൻഡോ തന്നെ തുടരുന്നു. ജാസ്മിൻ തന്നെ 2ാം സ്ഥാനത്ത് വരും എന്ന് തന്നെയാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അർജുന് 1ാം സ്ഥാനവും 2ാം സ്ഥാനവും ഒക്കെ പ്രവചിച്ച ചില ചാനലുകളുണ്ട്. അവരുടെ കണക്കൂട്ടൽ എന്ന് പറഞ്ഞാൽ ശ്രീധുവിൻ്റെ വോട്ട് അർജുന് കിട്ടുമെന്നൊക്കെയുള്ളതാണ്. പക്ഷേ ശ്രീധുവിൻ്റെ എല്ലാ വോട്ടും അർജുനും വന്നിട്ട് ഒന്നുമില്ല. ഏതായാലും ജിൻഡപ്പൻ ഈ പ്രാവശ്യത്തെ ഫിഫൺ ഫിക്സിൻ്റെ കപ്പ് ഉയർത്തുമ്പോൾ നമുക്ക് സന്തോഷത്തിൻ്റെ ദിനമാണ്. നമ്മൾ മനസ്സറിഞ്ഞ് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. നമ്മൾ അതിനുള്ള വീഡിയോ ഒക്കെ ചെയ്തിരുന്നു.